വാപ്പായി റോസ് ഞാനും റോസ് കേട്ടാ. എവിടെ പോവാ? ഭയങ്കര ഇഷ്ട യാത്ര പോകുന്നത് കേട്ടോ. ഉമ്മാക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും വിളിക്കും. എന്നെ കളിയാക്കുന്ന ഈ കുട്ടി തൃശ്ശൂരിന്ന് വന്നയാണ്. ഞങ്ങളെല്ലാരും ഇവിടെ എത്തിയപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോ മനസ്സിലായത് കേട്ടോ. എനിക്കല്ല, അവർക്ക് എന്നെ മനസ്സിലായത്, എനിക്കറിയത്തില്ലല്ലോ. അങ്ങനെ നമ്മളിതാ ഫ്രഷായി. നമ്മൾ 2 റൂമാണ് എടുത്തത് കേട്ടോ. ഇവിടെ നമ്മള് ഭ്രമരം ഷൂട്ടിങ് നടന്ന ഒരു സ്ഥലത്ത് വന്ന് എല്ലാരും വരിവരിയായിട്ട് കയറുവാണ്. ഈ ഏറുമാടത്തില് ഞങ്ങളെ തണുപ്പ് തുടങ്ങി കേട്ടോ. മറയൂരോട്ട് പോയപ്പോഴത്തേന് തണുപ്പായി. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളത് മൂന്നാർ പോവാണ് കേട്ടോ. ഷെഫി ഞാനും എല്ലാം ഭയങ്കര പാക്കിംഗ് ആണ് കേട്ടോ. ഞങ്ങൾക്കിനി ഞങ്ങൾക്ക് ഇനി ബഹ്റൈനിലോട്ട് തിരിച്ചു പോകാൻ 2 ആഴ്ചയും കൂടെ ഉള്ളൂ കേട്ടോ. 14 നൈറ്റിന് ഞങ്ങളിവിടെ കയറും. ഇന്നിപ്പോൾ ജൂലൈ 29 അല്ലേ ഷെഫി? 29 അപ്പം നമുക്ക് ഇനി കഷ്ടിച്ച് 13 ദിവസം കൂടെ ഉള്ളു. അപ്പം വന്നിട്ടാണെങ്കിൽ എങ്ങും പോയില്ല, നല്ല മഴയായിരുന്നു. അതുകൊണ്ടാണെങ്കിൽ അപ്പൂസൊക്കെ ഭയങ്കര പരാതി, ഉമ്മ എങ്ങും പോയില്ല. കഴിഞ്ഞ തവണയാണെങ്കിൽ ഞങ്ങൾ 2.5 മാസം ഉണ്ടായിരുന്നു. 2.5 മാസം ഒരു ദിവസം പോലും വീട്ടിലില്ലായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് കറക്കമായിരുന്നു. പിന്നെ എൻ്റെ ആങ്ങളെയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണയാണെങ്കിൽ അവനും ഇല്ല, അവൻ ഖത്തറിലാണ്. അപ്പോൾ അവനും വന്നിട്ടില്ല, അവന് ലീവ് ഓക്കെ ആയില്ല, അവനും വന്നില്ല. പിന്നെ ഞങ്ങളും എങ്ങും പോയില്ല, നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്തവണ അങ്ങനെ അപ്പൂസ് പറഞ്ഞു ഉമ്മ എവിടെയെങ്കിലും പോവാന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നാർ പോവാണ്. നാളെ തിങ്കളാഴ്ച കേട്ടോ. നാളെ രാവിലെ 3:30 ആകുമ്പോൾ വണ്ടി വരും. അങ്ങനെ ഞങ്ങൾ തുണിയെല്ലാം പാക്ക് ചെയ്യുവാണ്. ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ എന്ന് കരുതി കേട്ടോ. ഉമ്മയും വാപ്പയൊന്നും വരുന്നില്ല. ഉമ്മ ഇവിടെ വിട്ടെങ്ങും വരത്തില്ല. അപ്പോൾ ഞാൻ കുറേ നിർബന്ധിച്ച് വാന്നും പറഞ്ഞു ഉമ്മായും വാപ്പായേയും നാത്തൂനെ എല്ലാം പറക്കി കെട്ടി അങ്ങനെ അവരെല്ലാം തുണി പാക്ക് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളും പാക്ക് ചെയ്യുവാണ്. ഞാൻ പറയാൻ മറന്നുപോയി, എൻ്റെ 1-2 വീഡിയോയുടെ കമൻസ് ഞാൻ കണ്ടിരുന്നു കേട്ടോ. പിന്നെ മാക്സിമം കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ ഇപ്പം നാട്ടിലായതുകൊണ്ടും പിന്നെ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ അങ്ങനെ കമൻസിന് റിപ്ലൈ കൊടുക്കാൻ കേട്ടോ. പിന്നെ കമൻസിൽ കണ്ടത് ഇതാണ്, ഞാൻ നാട്ടിൽ വന്നിട്ട് എന്ത് പറ്റി, വളരെ മോശമായിട്ടിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് ഞങ്ങൾക്ക് 4 പേർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് 8 ദിവസമായി. ഞാൻ പിന്നെ വ്ളോഗ് ചെയ്തിട്ടേ ഇല്ല. ഈ ഷോർട്സ് വീഡിയോ മാത്രം ഇടും. കാരണം നമ്മൾ യൂട്യൂബ് ഉള്ളവർക്ക് മനസ്സിലാവും, നമ്മൾ ഡെയിലി എന്തെങ്കിലും ഒന്ന് അതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിങ്ങനെ ഈ സബ്സ്ക്രൈബർ കുറയുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാനതിൽ ഷോർട്സ് എന്തെങ്കിലും ഇടണ്ടേന്ന് പറഞ്ഞ് ഇട്ടത് കേട്ടോ. പിന്നെ 4 പേർക്കും പനിയായി. ആദ്യം ഷെഫിക്കായിരുന്നു പനിയായത്, പിന്നെ അത് അബ്ദുള്ളക്കായി, പിന്നെ അപ്പോസിനായി, ഫൈനലി എനിക്കായിട്ടോ. എപ്പോൾ എനിക്കാണ് കുറച്ച് കുഴപ്പം. അങ്ങനെ വെളുപ്പിന് 4 മണിയായപ്പം ഛർദിലും പനിയും ബോഡി പെയിനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ പോയി ട്രിപ്പിട്ട് 2 ദിവസം ബെഡ് റെസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കഞ്ഞിയും കരിക്കും വെള്ളവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ബോഡി ഭയങ്കര വീക്കായിരുന്നു കേട്ടോ. എങ്ങോട്ടും പോയില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. ഇപ്പം ഇന്നലെ തൊട്ടാണ് അൽഹംദുലില്ലാ ഓക്കെ ആയി. അപ്പം എങ്ങും പോയില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ എങ്ങും പോയില്ല. അതുകൊണ്ട് മോനാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് എത്ര ദിവസം കൊണ്ട് ഉമ്മ തിരിച്ചു പോകണ്ടേ, എങ്ങും പോയില്ല എന്ന് പറഞ്ഞൊക്കെ ഭയങ്കര കരച്ചിലൊക്കെയാണ് കേട്ടോ. അങ്ങനെയാണ് ഇപ്പം മൂന്നാർ പോകാനായിട്ട് തീരുമാനിച്ചത്. മൂന്നാറാകുമ്പോൾ അടുത്തല്ലേ, അതുകൊണ്ടായിരുന്നു കേട്ടോ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ. അപ്പം ഞങ്ങൾ പാക്ക് ചെയ്യുവാണ് കേട്ടോ. ഡ്രസ്സൊക്കെ 2 ദിവസത്തേക്കാണ് പോകുന്നത് കേട്ടോ. പിന്നെ നാളെ പോയിട്ട് നമ്മള് ഇൻഷാല്ലാ മറ്റന്നാളല്ലായിരുന്നു 2 ദിവസം, നാളെ രാവിലെ കൂട്ടിയാൽ മതി. നാളെ രാവിലെ കേട്ടോ. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ മൂന്നാർ തണുപ്പാന്ന് പറഞ്ഞ അങ്ങനെ തണുപ്പിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. കഴിഞ്ഞ നമ്മള് ഫുള്ള് കറക്കമായിരുന്നല്ലേ ഷെഫി? ഇത്തവണ കറക്കം കുറവാ, നല്ല മഴയും നല്ല മഴ കേട്ടോ. ഇനി ഞങ്ങൾ ഈ ടൈമിൽ ഒരിക്കലും വരത്തില്ല. കാരണം ഞങ്ങൾ വന്ന ടൈമേ ശരിയല്ല, ഫുള്ള് മഴയായിരുന്നു ഞങ്ങൾ വന്നത് അല്ലേ. എങ്ങും പോകാൻ പറ്റിയില്ല നമുക്ക്. ഇനിയിപ്പോ അടുത്ത നോക്കാം. അടുത്ത തവണ എന്തായാലും നമുക്ക് ഈ ടൈമിൽ വരണ്ടേ. അതൊന്നും ഇപ്പഴേ പറഞ്ഞിട്ട് കാര്യമില്ല, അന്നേരത്തെ സിറ്റുവേഷൻ അനുസരിച്ച്. ഈ ടീഷർട്ട് കൊണ്ടുപോകാനുള്ളേ ഈ രണ്ടോ എടുത്തു വെച്ചോ. അപ്പൊ ഇട്ടോണ്ട് പോയാ അത് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അബ്ദുള്ള എന്റെ കുഞ്ചുകുട്ടൻ. അബ്ദുള്ളയുടെയും കൂടെ ഇനി അപ്പൂസിന്റെ കൂടെ ഇതിനകത്ത് കയറുമോ അല്ലെ? അബ്ദുള്ളയുടെ ലാസ്റ്റ് വെക്കാം അല്ലേ?
എല്ലാം കൂടെ കുറച്ച് വെക്കാം. അപ്പൂസിന്റെ എത്ര ടീഷർട്ട് ഉണ്ടെന്നല്ലോ പറഞ്ഞോ? ഇല്ല അപ്പൂസ് വരാന്ന് പറഞ്ഞ്. ആ അത് അവൻ പറഞ്ഞിട്ടുണ്ട്. തണുപ്പല്ലേ? തണുപ്പാ. രാവിലെ ഒരു 10 മണിയാകുമ്പോ നമ്മളവിടെ എത്തുമായിരിക്കും. അങ്ങനെ താണ്ടെ കണ്ടോ, പാക്കിങ് എല്ലാം കഴിഞ്ഞ് 11 മണിയായി കേട്ടോ. അപ്പൊ ഞങ്ങളെല്ലാരും കിടക്കാൻ പോവാണ്. ഫാത്തിയെ കണ്ടില്ലല്ലോ. പാക്ക് ചെയ്തെല്ലാം കൊണ്ടുവരും. അപ്പൊ ഞങ്ങള് ഇനി ഉറങ്ങാൻ പോവാണ് കേട്ടോ. ഇനി രാവിലെ 3:30 മണിയാകുമ്പോ കാണാട്ടോ. ഉമ്മ ഓൾറെഡി കിടന്ന്. അപ്പൊ ഞങ്ങൾ താണ്ട കൊടയും വട്ടിയും തലേണയും കംപ്ലീറ്റ് സാധനങ്ങളും എല്ലാം ഷീറ്റും എല്ലാം എടുത്ത് വെച്ചിരിക്കുവാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് കിടക്കട്ടെ, രാവിലെ കാണാം. വാ. 3:30 മണിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളിതാ 4 മണിയായതാ. ഞങ്ങളുടെ ഡ്രൈവർ അജ്മലിതാ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്. അജ്മലേ സോറി കേട്ടോ. അപ്പൊ ഉമ്മ എല്ലാരും റെഡി ഇറങ്ങുക കേട്ടോ. അപ്പൊ ഞങ്ങള് വണ്ടിയിലോട്ട് കയറട്ടെ. ഞങ്ങളെ കൂത്താട്ടുകുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി കേട്ടോ. ഉമ്മ എല്ലാരും ഉണ്ട് വണ്ടിയിലിതാ. ഷെഫിയേ പിന്നെ ഷെഫിക്കാണെങ്കിലുണ്ടല്ലോ ചായ കട്ടൻ കാപ്പി കുടിക്കണമെന്ന് പറഞ്ഞ് കട്ടൻ കാപ്പി മേടിക്കാൻ വേണ്ടി വാപ്പ കടയിലോട്ട് പോയി. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വീഡിയോ, ആ വണ്ടിയിലുള്ള യാത്രയുടെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, ഭയങ്കരമായി ഇരുട്ടായിരുന്നു കേട്ടോ. 4 മണിക്കല്ലേ ഇറങ്ങിയത്. അപ്പൊ കുറച്ച് പകലാവട്ടെ എന്ന് കരുതി. അപ്പോഴത്തേനും എല്ലാവരും വണ്ടി കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അപ്പൊ ശരിക്ക് ഇച്ചിരി കട്ടൻ കാപ്പി കുടിക്കണം. പറഞ്ഞാ വാ നമ്മളെവിടെ പോവാ? ഓ വാപ്പായി റോസ്, ഞാനും റോസ് കേട്ടാ. എവിടെ പോവാ? ഭയങ്കര ഇഷ്ട യാത്ര പോകുന്നത് കേട്ടോ. ഉമ്മാക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും വിളിക്കും കേട്ടോ. എപ്പോഴും എന്നെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ വാപ്പ നോക്കും ഞാനും കൂടെ വരണോന്ന്. ഞാൻ പറയാം വാ കൂടെ കൊണ്ടുപോകാന്ന് പറയും. ഭയങ്കര ഇഷ്ടാട്ടോ. നമ്മുടെ കട്ടൻ അങ്ങനെ റെഡി ആയിരിക്കുവാണ്. വിശപ്പ് തുടങ്ങി വാ, ഒളിച്ചു നിൽക്കുന്നു. കേക്ക് കഴിക്കും കേട്ടോ. കൊടുക്കും അപ്പൂസിന്. അബ്ദുള്ളക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചേട്ടോ, അതൊന്ന് കൊടുക്കട്ടെ. അബ്ദുള്ള ഇപ്പോഴും ഉറങ്ങുവാ. ഞാൻ അപ്പൂസിന്റെ ബൂസ്റ്റ് കൊടുത്തിട്ട് വരട്ടെ. ചായയല്ല, ബൂസ്റ്റ് കുടിക്കട്ടെ. ഓടിച്ചൊരിക്കുന്ന പഴയെന്ന് പറയാൻ പറ്റില്ല അല്ലേ. എന്നെ കളിയാക്കുന്ന ഈ കുട്ടി എല്ലാരും നീണ്ടത് അറസ്റ്റെടുക്കുന്നു. കാപ്പിയൊക്കെ കുടിച്ചിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടരുവാണ് അല്ലേ പാപ്പാ? ഓക്കെ, പോയി ഫ്രണ്ട് കയറൂ. ഷെഫി ബാഗിലോട്ടോ. ഷെഫിക്ക് ബാഗിൽ ചാരി കിടക്കണം. തലേണയൊക്കെ ആയിട്ടതാ, തലേണയും പുറപ്പൊക്കെ ആയിട്ടതാ ചാരി കിടക്കുക. ഞങ്ങൾ അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറാൻ പോകുന്നു. ഫുഡ് കഴിക്കട്ടെ. അജ്മൽ എല്ലാവരും കഴിക്കുകയാണ്. വളരെ അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത നമ്മളിനി എങ്ങോട്ടാ അജ്മലേ പോന്നെ? മൂന്നാറല്ല, അടിമാലി കേട്ടോ. അടിമാലിക്ക് മുമ്പ് നമുക്ക് 2 സ്ഥലങ്ങളൂടെ കാണാനുണ്ട്. അടിമാലിക്ക് മുന്നേ നമുക്ക് 2 സ്ഥലം കവർ ചെയ്യാനുണ്ട്. അപ്പൊ ഏതാണ്? വാട്ടർഫോൾസ് ആണോ? അതെ, വാട്ടർഫോൾസ് ആണ്. വെള്ളച്ചാട്ടം നമുക്ക് കാണാം. ഇപ്പൊ നേട്ടാ വാപ്പ ബാക്കിൽ വന്ന് അമാനും ഫ്രണ്ടിൽ വന്ന്. ഇപ്പൊ വാപ്പായും മരുമോനെ കൈവക്കൂ, സഹകരിക്കൂ. അപ്പൊ നമുക്ക് അടുത്ത വാട്ടർഫാൾസിന്റെ അടുത്ത് നമുക്ക് കാണാം കേട്ടോ. കൂടുതൽ എടുത്തോണ്ട് എന്നാലുണ്ടല്ലോ എന്റെ ഫോണിന്റെ ചാർജ് തീരും. അത് ഞാൻ കുത്തിയിട്ടേക്കുവാ. നമ്മൾ അങ്ങനെതാ ചുരം കയറി മുകളോട്ട് പോവാണ് കേട്ടോ. ഇപ്പൊ ഒരു ചാറ്റൽ മഴയുണ്ട്. ഇനി മഴ പെയ്യുമോന്ന് അറിയത്തില്ല. ഇത് ചീയപ്പാറ വാട്ടർഫാൾസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ സൈഡ് ഒതുക്കാം.
നമ്മളങ്ങനെ ചീയപ്പാറ, എനിക്കറിയത്തില്ല കേട്ടോ, ചീയപ്പാറ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി നമ്മൾ നിൽക്കുവാണ്. ഞാൻ ഒരു വ്യൂ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. കണ്ടോ, അന്ന് നമ്മൾ കമ്പത്ത് പോയപ്പോഴും ഉണ്ടായിരുന്നു ഇതുപോലൊരു വെള്ളച്ചാട്ടം അല്ലേ. സത്യത്തിൽ ഈ പേര് എനിക്ക് ഇതുവരെ കത്തിയില്ല കേട്ടോ. എന്തായിരുന്നു പേര്? അടിപൊളി വ്യൂ. ആഹാ, കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. അല്ലോ, കണ്ടോ, അടിപൊളി വാട്ടർഫാൾസ് ആണ്. കുറേ പേര് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ നിൽപ്പുണ്ട്. ആ ഉമ്മ എങ്ങോട്ട് കൊള്ളാവോ? ഉമ്മ സൂപ്പർ സൂപ്പർ. ഫാത്തിമ ഫാത്തിമ എങ്ങനെയുണ്ട്? ഉമ്മ കൊള്ളാവോ? അതുപോലെ വാട്ടർഫാൾസിന് ഉമ്മാടെ ഷാളിന്റെ പച്ചപ്പ് ആ വെള്ളം ഞാൻ എടുത്ത് അത് ഞാൻ കാണിച്ചു, നമ്മളെയും കൂടെ കാണിക്കണ്ടേ. ഇതെല്ലാം എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. ഇവരെല്ലാം തൃശ്ശൂരിൽ നിന്ന് വന്നെയാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോൾ മനസ്സിലായത്. എനിക്കല്ല അവർക്ക് എന്നെ മനസ്സിലായത്, എനിക്കറിയത്തില്ലല്ലോ. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ഹായ് കൊടുത്തല്ലാരും. ഇത് വാപ്പ വെള്ളച്ചാട്ടമൊക്കെ ഇഷ്ടപ്പെട്ടാ? പാപ്പായെ കാഴ്ച കാണിക്കാൻ കൊണ്ടുവന്നു നോക്ക്. അടിപൊളിയേ. വീണ്ടും ഒരു വെള്ളച്ചാട്ടം കേട്ടോ. അവരാരും വന്നില്ല, ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ. കാണിച്ചു തരാം. ഇതാണ് വാളറ വാട്ടർഫാൾസ് കേട്ടോ. ഇത് നോക്കിയേ, കേട്ടോ. വീണ്ടും ഒരു വെള്ളച്ചാട്ടം കേട്ടോ. അവരാരും വന്നില്ല, ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ. കാണിച്ചു തരാം. ഇതാണ് വാളറ വാട്ടർഫാൾസ് കേട്ടോ. ഇത് നോക്കിയേ, കേട്ടോ. അടിപൊളി വ്യൂ ആണേ. അപ്പൂസ് അങ്ങനെ ഇറങ്ങിയിരിക്കുന്നു വണ്ടി ചെയ്ത്. അപ്പൂസേ സെറ്റ് വാ, ഇനി വാ. വീണ്ടും ഞങ്ങൾക്ക് അടുത്ത. അയ്യോ കുരങ്ങനടാ, എടാ കുരങ്ങന്. ഷെമി വെള്ളച്ചാട്ടം കാണാൻ എന്തായിരുന്നു വരാഞ്ഞത്? ആദ്യം കണ്ടോണ്ട് രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിന് താല്പര്യമില്ലെന്ന്. അപ്പാ ഇഷ്ടപ്പെട്ടോ? ഉമ്മാക്ക് തുറക്കം വരുന്നോ? ആദ്യമ എങ്ങനുണ്ട്? കൊള്ള അപ്പൂസേ. അവിടെ ഒരു വാട്ടർഫോൾസ് നോക്കി, മലയുടെ ഏറ്റവും മുകളിൽ ഒരു അടിപൊളി വ്യൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയാണ് കേട്ടോ. അവരൊന്നും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. ഇപ്പതാ പൊടിക്കാറ്റുണ്ട്. അപ്പോൾ സോറി, പൊടിക്കാറ്റൊന്ന് ചാറ്റൽ മഴയുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളൊരു അടിപൊളി വ്യൂ കാണിച്ചു. കണ്ടോ, വ്യൂ ഉണ്ടോ? തേയിലത്തോട്ടമാണ് കേട്ടോ. നമ്മൾ ഇതിപ്പോൾ മൂന്നാറിലാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ മൂന്നാറിന് നമ്മൾ തിരിച്ചു വരുമ്പോഴേ മൂന്നാർ കാണത്തുള്ളൂ കേട്ടോ. നമ്മൾ ഇപ്പം പോകുന്നത് മറയൂരാണ്. അപ്പം മറയൂരോട്ട് പോകുമ്പോൾ അവിടെ തേയിലത്തോട്ടം ഇല്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങളതായി തേയിലത്തോട്ടമൊക്കെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ആ നമ്മുടെ വണ്ടി കണ്ടോ, അതോ അവിടെ തേയില വെച്ചെന്നുണ്ടോ? ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ മറയൂർ പോവാണ് കേട്ടോ. മറയൂർ ശർക്കര ഫാമും സ്ട്രോബെറി തോട്ടം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അത് കാണാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഇനി നേരെ വണ്ടിയിലോട്ട് കയറട്ടെ കേട്ടോ. മഴ അല്ലോ, അവിടെ ചെല്ലുമ്പോൾ മഴ പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഡോർ ഓപ്പൺ, ഡോർ ഓപ്പൺ. ഉമ്മാക്കൊക്കെ ഇപ്പോഴേ തണുപ്പ് തുടങ്ങി കേട്ടോ. ഫാത്തിമ എങ്ങനെയുണ്ട് തണുപ്പ്? അപ്പൊ നമ്മൾ നേരെ ഇനി മറയൂര് പോവാണ്. മറയൂര് ഞങ്ങളെ തണുപ്പ് തുടങ്ങി കേട്ടോ. മറയൂരോട്ട് പോയപ്പോഴത്തേന് തണുപ്പായി. എല്ലാവരും വീണ്ടും ഓരോ ചായ കുടിക്കാൻ വേണ്ടി നമ്മളൊരു ചേച്ചിയുടെ കടയിൽ വന്നതാണ് കേട്ടോ. ഇവിടെ നല്ല അരിമുറുക്കുണ്ട്. ചേച്ചി നല്ല മുറുക്കാ? ആ, ചേച്ചിയുടെ പേരെന്തുവാ? സെൽവിയാ. ഇതെവിടെ? തലയാറില്ലേ? തലയാറ്. ചേച്ചി ഇതാ ചേച്ചീന്റെ കണവനാണ് ഇരിക്കുന്നത്. എന്തിയേ കണ്ടില്ലല്ലോ. ഒരു ഹായ് പറ. ചേച്ചി നല്ല അരിമുറുക്കുണ്ടാക്കിയെന്നേ. കാപ്പി ഷെവി കാപ്പിയില്ലേ? കാപ്പി ചേച്ചി. എനിക്കൊന്നും വേണ്ട. ഉമ്മക്ക് കാപ്പി വേണമെന്ന് ചോദിച്ചാ എനിക്ക് അരിമുറുക്ക് എടുത്തന്നെ അപ്പൂസേ.
ചേച്ചി ഉണ്ടാക്കുന്ന മാഗിയ വേണ്ട ചേച്ചി എനിക്ക്. ചേച്ചി അരിമുറുക്ക് ഉണ്ടാക്കുന്ന ചേച്ചി ഉണ്ടാക്കിയതാ അല്ലല്ലേ? കഴിച്ചു നോക്കട്ടെ. മൂന്നാറിലെ അരിമുറുക്ക്. നല്ല അരിമുറുക്ക് കേട്ടോ. നറ്റുമ്മ വണ്ടി വാങ്ങിയെന്ന് തോന്നുന്നു. ഇത് വാങ്ങിച്ചാ എല്ലാവരും എന്താ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുവാണ്. സുന്ദരനാണ്. ഇടയ്ക്കിടയ്ക്ക് തലമുടി ഒന്നാണ്. പേരക്കല്ലേ? താങ്ക് യു. ശരി, പേരക്ക മാക്ക പരി കഴിച്ചിട്ട് തരാം. തണുക്കുന്നില്ലേ? സായാമീസ് ഇരട്ടകൾ നമ്മളെന്റെ ഒരിക്കലും ഇച്ചിരി മുറുക്കരി കൂടത്താ മൊത്തം. എങ്ങോട്ട് രവി കാപ്പി അവിടെ നിക്ക്. ഞാൻ നിങ്ങളെ നിർത്തോട്ട്. കാപ്പി എങ്ങാണ്ട് നല്ല ചൂടുണ്ട്. അങ്ങനെ ഞങ്ങള് ചായ കുടിച്ചു. അപ്പാ ഞങ്ങളങ്ങനെ ചായ കുടിച്ചിട്ട് വീണ്ടും അങ്ങനെ ദാ ഇവിടെ ഫുള്ള് തട്ടിവിടും കേട്ടോ. എന്തോ തിന്നുന്ന എന്താ വെച്ചാ മുറുക്ക് കഴിഞ്ഞില്ലേ? അങ്ങനെ ഞങ്ങള് വീണ്ടും മറയൂരിലേക്ക് യാത്ര ഇരിക്കുവാണ്. അങ്ങനെ നമ്മളിതാ ഫ്രഷ് ആയി. നമ്മൾ 2 റൂമാണ് എടുത്തത് കേട്ടോ. ഇവിടെ നമ്മളുടെ കൂടെ വന്ന ഡ്രൈവറും പിന്നെ ഉപ്പായും ഷെഫിയും അബ്ദുള്ളയും അപ്പൂസും എല്ലാം കൂടെ ഈ റൂമില്. അപ്പുറത്തെ റൂമില് ഞാനും ഉമ്മായും ഫാത്തിയും കേട്ടോ. കാണിച്ചു തന്നില്ലേതാ. അങ്ങനെ നമ്മളെല്ലാം ഫ്രഷ് ആയി. ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അതിനുശേഷം നമ്മൾ ട്രക്കിങ്ങിനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ താമസിക്കുന്ന റൂം കേട്ടോ. അടുത്തുള്ള വ്യൂ ആണിതൊക്കെ. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മളങ്ങനെ സദ്യയാണ്, ഊണാണ് പറഞ്ഞത് കേട്ടോ. ഉമ്മ ഫാത്തിമ ഞങ്ങളെ ചോറ് കഴിക്കട്ടെ. കുറച്ചുകൂടെ ഒഴിച്ചോ. ചോറിനട്ടെ. ശരി, ചോറ് പോലെ ജീപ്പ് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോവാണ്. 2:30 നമ്മുടെ ടൈം പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറെല്ലാം ഉണ്ട് ജീപ്പിന് വെയിറ്റ് ചെയ്ത്. അങ്ങനെ ജീപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. നമുക്ക് പോലെ ജീപ്പാ അത്. ഇതാ നമ്മൾ ജീപ്പിലോട്ട് കയറുവാണ്. അപ്പൊ നമ്മുടെ മറയൂർ ട്രിപ്പിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ ഇന്ന് വൈകിപ്പിയാണ് കേട്ടോ. അപ്പൊ സെക്കൻഡ് പാർട്ടില് നമ്മള് ട്രക്കിങ്ങിന് പോകുന്ന ഓഫ് റോഡിൽ കൂടെ പോകുന്ന വിശേഷങ്ങളാണ്. പാർട്ട് 2 കാണാം.